ഇപ്പം നമ്മുടെ ഗാർഡനിൽ ടാങ്ക്ലോൺ വെറൈറ്റീസാണ്, കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ടാങ്ക്ലോൺ യെല്ലോ ആണ്. തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് നമ്മുടെ ടാങ്ക്ലോൺ പിങ്ക്. കണ്ടോ, ടാങ്ക്ലോൺ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, അതിങ്ങനെ വിടർന്ന് വരത്തില്ല, കൂമ്പി നിൽക്കത്തേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ ടാങ്ക്ലോൺ റെഡ്. കണ്ടോ, അത് നല്ലൊരു പ്രത്യേകതയാണ്. ഡാർക്ക് റെഡിൽ കൂമ്പി നിൽക്കുന്ന വിടരാത്ത ഫ്ലവേഴ്സ് കാണാനായിട്ട് ഭയങ്കര ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ ഇനിയുള്ളത് ടാങ്ക്ലോൺ പീച്ചാണ്. ഫസ്റ്റ് എനിക്ക് കിട്ടിയതാണ് ഈ ടാങ്ക്ലോൺ പീച്ച്. ടാങ്ക്ലോൺ പീച്ച് ആദ്യം തന്നെ ഇറങ്ങിയ ഒരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ടാങ്ക്ലോൺ വയലറ്റ് എന്നോ ടാങ്ക്ലോൺ പർപ്പിൾ എന്നോ ഒക്കെ പറയാം. ഇപ്പം എനിക്ക് വിരിഞ്ഞതേ ഉള്ളൂ. കുറച്ച് നാളോട്ട് നിൽക്കുകയാണ്, ഏകദേശം ഒരു 1.5 years ആയി. പക്ഷെ അപ്പോഴൊന്നും ഇതിൽ പൂക്കളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പം അതങ്ങോട്ട് പൂത്തിട്ടുണ്ടേ. അതും നല്ല രസമായിട്ട് തന്നെ നിൽപ്പുണ്ട്. കണ്ടോ, അപ്പം ഈ ഒരു പൂക്കളുടെയൊക്കെ ഇടയിൽ നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ഇൻട്രസ്റ്റാണ്. നമ്മുടെ പല കാര്യങ്ങളും ഇതിൽ കൂടെ നമുക്ക് മറക്കാൻ പറ്റും. അപ്പം ഗാർഡനിങ് ബെസ്റ്റ് ഒരു പാഷൻ തന്നെയാണ് കേട്ടോ.